വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. ഇന്ത്യയിലെ വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് ക്വാൺ മ്യൂച്വൽ ഫണ്ട്. ആ ക്വാൺ മ്യൂച്വൽ ഫണ്ടിലെ ചില എംപ്ലോയീസ് നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പും ആ തട്ടിപ്പിന് കാരണമായിട്ടുള്ള ഫ്രണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം എന്താണെന്നും അത് ഈ ക്വാൺ മ്യൂച്വൽ ഫണ്ടിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നും മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നും ഞാൻ ക്വാൺ മ്യൂച്വൽ ഫണ്ടുകൾ എന്ത് ചെയ്യാൻ പോകുന്നുവെന്നും നിങ്ങൾ അത് എന്ത് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ക്വാൺ മ്യൂച്വൽ ഫണ്ടിലുള്ള നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുകയും ക്വാൺ മ്യൂച്വൽ ഫണ്ടിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ അവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു ഇൻഡസ്ട്രിയിലായാലും പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ 10% ആളുകൾ തട്ടിപ്പ് നടത്താൻ റെഡിയായിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുള്ളത്. ഇത് മുൻപ് KSFEയിൽ എന്തോ ഒരു തട്ടിപ്പുണ്ടായപ്പോഴും ട്രഷറിയിൽ എന്തോ ഒരു തട്ടിപ്പുണ്ടായപ്പോഴും നമ്മളോട് ചോദിച്ച ആളുകളോടൊക്കെ ഞാനിതാ പറഞ്ഞത്, ഏത് സ്ഥാപനമായാലും അവിടെ 100 പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 പേര് എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടിയാൽ തട്ടിപ്പ് നടത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലും വ്യത്യാസമൊന്നുമല്ല എന്നാണ് അടുത്തിടെ ഉണ്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയായിട്ടുള്ള ക്വാൺ മ്യൂച്വൽ ഫണ്ടിലാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ലാസ്റ്റ് 3-4 വർഷമായിട്ട് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് ക്വാണ്ട്. ഇത് ഈ ക്വാണ്ട് എന്നുള്ള പേര് സ്വീകരിക്കുന്നതിന് മുൻപ് ഇത് എസ്കോട്ട് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയായിരുന്നു. എസ്കോട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ വളരെ കുറച്ച് സ്കീമുകളും വളരെ കുറച്ച് ക്യാപിറ്റലുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന കമ്പനിയെ ക്വാണ്ട് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് മാറ്റിയതിന് ശേഷം ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സ്ഥാപനമാണിത്. ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് സ്മോൾ ക്യാപ് ഫണ്ട്, ചെറിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിലെ 3ാമത്തെ ഏറ്റവും വലിയ സ്മോൾ ക്യാപ് ഫണ്ട് ഡീല് ചെയ്യുന്നത് ക്വാണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന മിക്കവാറും എല്ലാവർക്കും ക്വാണ്ട് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 67% ലാസ്റ്റ് ഒരു വർഷമായിട്ട് തന്നിട്ടുള്ളത്, ലാഭം തന്നിട്ടുള്ളത്. ഇങ്ങനെ ഇത്രയും പ്രത്യേകതകളുള്ള ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷനെ നേരിടുക എന്നാണ് ഈ ലാസ്റ്റ് വീക്കെൻഡിൽ വന്നിട്ടുള്ളൊരു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവരുടെ മുംബൈ, ഹൈദരാബാദ് ഓഫീസുകളിൽ റെയ്ഡ് നടക്കുകയും സെബി ഒരു ഫ്രണ്ട് റണ്ണിങ് സ്കാം ഇതിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു റേസ് ചെയ്യുകയും ചെയ്യും. അത് ക്വാണ്ട് ഒരു പരിധിവരെ അത് എഗ്രി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതായത് സെബിയുടെ അന്വേഷണങ്ങളുമായിട്ട് ക്വാണ്ട് സഹകരിക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ ക്വാണ്ട് എന്ന് പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിനെയോ ഇതിൽ പ്രതിപാദിക്കുന്ന മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനികളെയോ പുകഴ്ത്താനോ ഇകഴ്ത്താനോ ഉള്ള ഇതല്ല. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് മാത്രം നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനോ അല്ലെങ്കിൽ വിഡ്രോവൽ ഡിസിഷനോ എടുക്കരുത്. ഇത് എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഷെയർ ചെയ്യാനുള്ളൊരു ഇൻഫർമേഷൻ മാത്രമാണ്. ഒരു കാരണവശാലും ഇത് ക്വാണ്ട് എന്ന് പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് കമ്പനിയെയോ അതിൻ്റെ സ്കീമുകളെയോ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റായിട്ട് നിങ്ങളിതിനെ കാണരുത്. ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ കുറച്ച് എംപ്ലോയീസ് ഫ്രണ്ട് റണ്ണിങ് സ്കാം എക്സിക്യൂട്ട് ചെയ്തു എന്നാണ് എവിഡൻസുകൾ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണ് ഈ ഫ്രണ്ട് റണ്ണിങ് സ്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപയ്ക്കാണ് അല്ലേ. അതായത് കോടിക്കണക്കിന് രൂപയുടെ ഷെയറുകളാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും 90,000 കോടിയോ മറ്റോ ആണ് ഇവരുടെ ആസ്തി എന്ന് പറയപ്പെടുന്നു, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. അത്രയും ഒരു വലിയൊരു കമ്പനിയിൽ ഇപ്പോൾ ഒരു പ്രത്യേക കമ്പനിയുടെ സ്റ്റോക്കുകൾ വാങ്ങുന്നത് കോടിക്കണക്കിന് രൂപയ്ക്കായിരിക്കും. അപ്പോൾ ഈ കോടിക്കണക്കിന് രൂപയുടെ ഷെയറുകൾ വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലെ ഇന്ന ഷെയർ വിൽക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലെ ആളുകൾക്ക്, ചില ആളുകൾക്ക് അറിയാൻ സാധിക്കും അല്ലേ. ഈ ഫണ്ട് മാനേജ്മെൻറ്റ് ടീമിനോ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഡീലർക്കോ അതുപോലെ അതിൻ്റെ ബ്രോക്കിംഗ് സ്ഥാപനത്തിനൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു വലിയൊരു ഓർഡർ വരാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ആ ഇൻഫർമേഷൻ അറിയാവുന്ന ആളുകൾ അവരുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ഈ ആക്ച്വൽ ആയിട്ട് മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ ആളുകൾ ബൈ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നതിന് മുൻപ് ഈ ആളുകൾ അതിന് തൊട്ട് മുമ്പായിട്ട് സെല്ല് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഫ്രണ്ട് റണ്ണിങ് സ്കാം തൊട്ട് മുന്നായിട്ട് ചെയ്ത് ലാഭമെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തൊട്ട് മുന്നായിട്ട് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചെയ്താൽ എന്താ സംഭവിക്കുക? സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് അതിലുള്ള
വാങ്ങാനോ വിൽക്കാനോ ഉള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് അല്ലേ. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വിലയ്ക്ക് വിൽക്കാനും, അല്ലെങ്കിൽ കുറവ് ആളുകളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയിൽ വാങ്ങാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ഓർഡർ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ബൈ ഓർഡർ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ നിന്ന് വരുമ്പോൾ നാച്ചുറലി ഈ സ്റ്റോക്കിന് വളരെ വലിയ ഒരു നേട്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അദാനി പോർട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഈ സ്കീമിൻ്റെ ഫണ്ട് മാനേജറും അല്ലെങ്കിൽ അതിൻ്റെ ആളുകളൊക്കെ ഈ ഇൻഫർമേഷൻ ഇത് ആക്ച്വൽ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് 1-2 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പോ ഒക്കെ അറിയും. അപ്പോൾ ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഇൻഫർമേഷൻ മറ്റൊരു ആൾക്ക് അവരുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത എന്നാൽ അവരുടെ ബിനാമികളായിട്ടുള്ള ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ എന്തുണ്ടാവും, അദാനി പോർട്ട് അവർ ഇതുപോലൊരു വലിയൊരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് അവർ വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അദാനി പോർട്ടിന് 3000 രൂപയ്ക്ക് അവർ വാങ്ങുകയും അതിനുശേഷം ഈ സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി ബൈ നടത്തുമ്പോൾ അത് ഒരു 3200 3300 ഒക്കെ ആയിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ടൊക്കെ എന്താണ് 10-20% നേട്ടം പല കമ്പനികളിലും ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇതിനാണ് ഈ ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയുക, തൊട്ട് മുൻപായിട്ട് നടത്തി ലാഭമെടുക്കുക. ഇത് ഒരു പരിധി വരെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നടപടിക്രമമുണ്ട്, അല്ലെങ്കിൽ തെറ്റായ പ്രവണതയുണ്ട്. അതുപോലെ തന്നെയാണ്. പക്ഷേ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഉള്ളിലെ ഇൻഫർമേഷൻ പരസ്യമാകുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്റ്റോക്കുകൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്ത് ലാഭം നേടുന്നതിനാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒഫൻസാണ്. ഉദാഹരണമായിട്ട് റിലയൻസിൻ്റെ കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾക്ക് റിലയൻസ് പുതിയൊരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ റിലയൻസ് ഒരു ജോയിൻറ്റ് വെഞ്ചർ ചെയ്യുന്നു എന്നുള്ള ഇൻഫർമേഷനൊക്കെ മുൻകൂറായിട്ട് അറിയാം, പബ്ലിക് അറിയുന്നതിന് മുമ്പ് അറിയാൻ സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഉള്ളിലുള്ള ഇൻഫർമേഷൻ അറിയുന്ന ഒരാൾ റിലയൻസ് വലുതായി പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് ഈ ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് വാങ്ങുന്ന പരിപാടിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുക. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വലിയ ശിക്ഷയാണുള്ളത്. അതേപോലെ അതിൻ്റെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനിയൻ എന്നുള്ള ഒരു തട്ടിപ്പാണ് ഈ ഫ്രണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞ സ്കാം. അപ്പോൾ ഫ്രണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുള്ള രീതി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട് റണ്ണിങ്ങിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾക്ക് അങ്ങനെ ഫ്രണ്ട് റൺ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള നഷ്ടമുണ്ട്. കാരണം എന്താ, നമ്മൾക്ക് കിട്ടാവുന്നതിലും കുറച്ച് കൂടിയ വിലയിലൊക്കെ ആയിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി സ്റ്റോക്കുകൾ വാങ്ങുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി വിൽക്കാൻ പോകുമ്പോൾ മുൻകൂട്ടി വിറ്റിട്ടുള്ള ആളുകളുടെ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു എമൗണ്ടിനെ, കുറഞ്ഞൊരു എമൗണ്ടിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഈ സ്റ്റോക്കുകൾ വിൽക്കുമ്പോൾ അവർക്ക് ലാഭം കിട്ടും. അപ്പോൾ അങ്ങനെ ചെറിയൊരു നഷ്ടം ആളുകൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇത് വലിയൊരു രീതിയിൽ ആളുകളെ ബാധിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ ഇത് ശരിക്കും ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ക്രെഡിബിലിറ്റി പ്രശ്നത്തിലായിരിക്കുകയാണ്. ക്വാണ്ടം മ്യൂച്വൽ ഫണ്ട് കമ്പനി ലാസ്റ്റ് 2-3 വർഷമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സൽപ്പേരിന് വളരെ വലിയ രീതിയിലുള്ള കളങ്കമാണ് ഈ പ്രശ്നം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സെൻറ്റിമെൻ്റലി നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇവരുടെ ഫണ്ടുകളിലേക്ക് കൂടുതൽ ആളുകൾ നിക്ഷേപിക്കുന്നത് തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഇതിൽ നിന്ന് പണം പുറത്തേക്ക് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. അത് ഇത്തരം ഫണ്ടുകളുടെ പെർഫോമൻസിനെ ഒരു ഷോർട്ട് ടേമിൽ വളരെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റിമെൻ്റൽ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇത് ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ എൻഗേജ് ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആദ്യത്തെ അഭിപ്രായം. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണലി ഈ മ്യൂച്വൽ ഫണ്ടുകളൊന്നും തന്നെ ഹോൾഡ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഫോളോ ചെയ്യുന്നത് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ സ്ട്രാറ്റജികളാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് സ്റ്റോക്കുകൾ മാറ്റിയും മറിച്ചും വാങ്ങിയും വിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആളുകൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതൊരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സസ്റ്റൈനബിൾ തുടർന്ന് പോകാൻ പറ്റുന്ന മോഡലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു പേഴ്സണൽ അഭിപ്രായം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പോർട്ട്ഫോളിയോയിലും ഞാൻ ഈ മ്യൂച്വൽ ഫണ്ടുകൾ
വാങ്ങിയിട്ടില്ല, വാങ്ങാനും ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളോട് സംശയം ചോദിക്കുന്ന ആളുകളോട് ഈ ഇൻഫർമേഷൻ പറയാറുള്ളത് കൊണ്ട് നമ്മളുടെ ആളുകൾ വളരെ കുറച്ച് പേരൊക്കെയാണ് ഇത് വാങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ്. നമ്മളുടെ സബ്സ്ക്രൈബർമാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആസ്ക് റിപ്പീമങ് സർവീസിൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറച്ച് രീതിയിൽ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി എങ്ങാനും നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയൊരു ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം ഞാനൊന്ന് ഷെയർ ചെയ്യാം. ആ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യണമെന്ന് നമ്മൾ പറയില്ല. പക്ഷേ എൻ്റെ ഒരു ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണിത്. അത് ഒരു ബൈയിങ് ഒരു സെല്ലിങ് ഡിസിഷനായിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഒരു ഇൻഫർമേഷൻ പർപ്പസിൽ നിങ്ങൾ എടുത്താൽ മതിയാവും. എനിക്ക് ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇതിൽ ഫർദറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി ₹1 പോലും ഈ ക്വാണ്ടിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഞാൻ ഈ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റി വരുന്നത് വരെയും ₹1 പോലും ഞാൻ ഇടില്ല. അതായത് എൻ്റെ SIPകളെല്ലാം തന്നെ ഞാൻ ക്യാൻസൽ ചെയ്യുമായിരുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത്, എനിക്ക് അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ പണം എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ ലാഭത്തിൽ നിൽക്കുന്ന ക്വാണ്ടിൻ്റെ ഫണ്ടുകളെല്ലാം പിൻവലിച്ച് ഞാൻ അത് ഒരു സേഫാക്കി വെക്കുമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ലാസ്റ്റ് 1 വർഷമായിട്ട് നിക്ഷേപിക്കുന്ന എമൗണ്ട് ഞാൻ തൊടാനുള്ള സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് എക്സിറ്റ് ലോഡും അതിൻ്റെ ടാക്സുകളും ഒക്കെ കൊടുത്ത് വലിയ രീതിയിലുള്ള ലാഭം കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് 1 വർഷം നമ്മൾ നിക്ഷേപിച്ച പണം അവിടെ തന്നെ നിലനിർത്താനാണ് ഞാനായിരുന്നെങ്കിൽ ചെയ്യുക. അതേപോലെ തന്നെ വലിയ എമൗണ്ടുകളൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള പോർട്ട്ഫോളിയോ എനിക്ക് ക്വാണ്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അതിൽ നിന്ന് പണം പിൻവലിച്ച് മറ്റ് ഫണ്ടുകളിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഞാൻ ചെയ്യുമായിരുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ രീതിയിൽ മുൻപ് വന്നിട്ടുള്ളൊരു ഫണ്ട് ഹൗസാണ് ആക്സിസിൻ്റെ ഫണ്ട് ഹൗസ്. ആക്സിസ് മ്യൂച്വൽ ഫണ്ടിലും ഇതേപോലെ ഒരു ഫ്രണ്ട് റണ്ണിങ് കേസ് ഉണ്ടായതിനു ശേഷം ആക്സിസിൻ്റെ ഫണ്ടുകളെല്ലാം തന്നെ മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിൻ്റെ ഫണ്ടുകൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള മൂവ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം ഫണ്ടുകളിൽ നിന്ന് ഗ്രാജ്വലി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാരണം വെച്ചാൽ ഞാൻ പാനിക്കായിട്ട് ഇതിൽ നിന്ന് മൊത്തം എമൗണ്ട് എടുത്ത് മാറ്റുകയോ അങ്ങനെയൊന്നുള്ള ചെയ്യാനുള്ള പരിപാടിയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ELSS ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ടാക്സ് സേവിങ് ഫണ്ടുകളുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പുതിയതായിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, പക്ഷേ 3 കൊല്ലത്തിന് ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് ഗ്രാജ്വലി ആ സമയത്തെ വിലയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് പിൻവലിക്കാം എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. ഈ ആക്സിസ് ഫണ്ട് ഹൗസിലും ഇതേ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇതിൻ്റെ ഫണ്ടുകൾ മിക്കവാറും എല്ലാം തന്നെ മോശമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ആക്സിസിൻ്റെ ഫ്രണ്ട് റണ്ണിങ് സ്കാമിനെ പറ്റിയുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അത് കാണാം. പിന്നെ വേറൊരു കാര്യമുള്ളതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇഷ്യൂ ഏത് ഫണ്ടിലും ഏത് സ്കീമിലും ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഇൻഡിവിജ്വൽസിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് ചെറിയ രീതിയിലുള്ളൊരു സൂചനകൾ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് സെബി എന്ന് പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കൃത്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അത് ക്ലിയർ ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ പോസിറ്റീവ് കാര്യമായിട്ട് കാണുന്നത്. ഇപ്പോഴത്തെ ഒരു വിവരം അനുസരിച്ച് ഈ ആളുകൾ 20 കോടി രൂപയോളമാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടത്തി ലാഭം നേടിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തരം ഒരു മോശം വാർത്ത ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിനെ പ്രത്യേകിച്ചും മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയെ മൊത്തമായിട്ടും ഒരു മോശം ഒരു ഔട്ട്ലുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നമ്മൾക്ക് ഇപ്പോൾ ഒരു റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നതിനുള്ള നല്ലൊരു മെത്തേഡ് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് ഇപ്പോഴും. ഇത്തരം തട്ടിപ്പുകൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുകയും അത് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഇന്ത്യയിലുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ മാത്രമുള്ള പ്രശ്നമല്ല, പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പല സ്കീമുകളിലും ഇത്തരം തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. എങ്കിലും നമുക്കൊരു ലോങ് ടേമിലേക്ക് ഒരു വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിനായിട്ട് പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ. പക്ഷേ നമ്മളുടെ ആവശ്യങ്ങൾക്കും നമ്മളുടെ ഫിനാൻഷ്യൽ അവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വേണം സെലക്ട് ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക.